ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഒരാൾ ജിമ്മിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ണി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം. ആള് സകല സാധനങ്ങളൊക്കെ തൂക്കിയിട്ടാ വരികയുണ്ട്. കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇന്നെന്താണെന്ന് അറിയില്ല, ആള് രാവിലെ തന്നെ ജിമ്മിനൊക്കെ പോയിട്ടുണ്ട്. അവളെ ഗ്യാങ് ഇല്ലേ, അവരോട് പറഞ്ഞ് സെറ്റ് ചെയ്യും. രാവിലെ വരച്ച രാവിലെ, വൈകുന്നേരം വരച്ച വൈകുന്നേരം. പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അവള് രാവിലെ പോയത് നന്നായില്ല. അവള് ജിമ്മുണ്ട് വെച്ചാൽ അവള് വൈകുന്നേരം കല്യാണത്തിന് മുമ്പ് ഹർബറിയൊക്കെ ആയിട്ടാകുമ്പോ അതെനിക്കും ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്ന്. അപ്പോൾ ഉണ്ണി വാവിനെയും കൂടി വിട്ടാക്കാന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് നമ്മളെ വീട്ടിൽ ഒരാളും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരാളെന്നാണ് എന്തെങ്കിലും കാണിച്ചു തരാം. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്, മഴയുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താറാവുമ്പോഴാണ് കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പണി നടക്കുന്നുണ്ട്. ഓക്കെ, പണി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതിക്ക് എത്തി. നിങ്ങൾക്ക് കാണാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് അല്ലേ, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ വാക്കുട്ടി എണീറ്റിട്ടില്ല. ഇനി ഇവരൊക്കെ എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ കഞ്ഞിയൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുന്ന ചെറുപയർ കഞ്ഞിയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതും ഞാൻ കാണിച്ചു. അതിന്റെ റെസിപ്പി നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പൊ ഇഡലി ദോശയൊന്നുമല്ല, നല്ല കഞ്ഞി, കോവയ്ക്ക തോരനാണ്. പിന്നെ കഞ്ഞി നല്ല ടേസ്റ്റ് ആട്ടോ. കഞ്ഞി മീൻസ് പച്ചരി, ചെറുപയർ, നാളികേരം ഇതൊക്കെ കൂടിയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. അല്ലാണ്ട് സാധാ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയല്ല. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ എന്തായാലും ഉണ്ണി വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെ ഇവിടുത്തെ രീതികൾ എന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ലൈവിൽ പോകുമ്പോഴാണ് വെച്ചാലും എവിടെയാണെങ്കിലും എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇടും. മമ്മി നല്ല രസമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് വെച്ചാൽ അതും ഞാൻ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ചില 1-2 കമന്റുകൾ, മമ്മി കുക്കിങ്ങിലേക്ക് ഫുള്ള് ടൈം കളയല്ലേ, ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ വേറെ കാര്യങ്ങൾ കാണിച്ചാൽ മതി, കുക്കിംഗ് വേറൊരു വ്ളോഗാക്കിയിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫിൽ ഒരു ദിവസത്തെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. വേറെയുള്ള കാര്യങ്ങൾ കുക്കിംഗ് ആകുമ്പോൾ കുക്കിംഗ് മാത്രം കാണാലോചിച്ചിട്ടായിരിക്കും. അപ്പോൾ വേറെയുള്ള കാര്യങ്ങൾ വെച്ചാൽ അത് മാത്രം കാണാലോചിച്ചിട്ടായിരിക്കും. ഞാൻ നോക്കാം, പരിഗണിക്കാം കേട്ടോ. നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പരിഗണിക്കുന്നതാണ് മക്കളെ. ഓക്കെ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. തൈറോയിഡിന്റെ ടാബ്ലറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയൊരു ടാബ്ലറ്റ് കൂടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ്ട് ഇവിടെ ഈ മോള് ഇഡലി ദോശയൊക്കെ ഉണ്ടായിട്ട് എന്നെ കഴിപ്പിക്കും. ചായ കുടിക്കാത്തതിന് ചായ കുടിപ്പിക്കും, ഒക്കെ ചെയ്യും. ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിച്ചിരുന്നില്ല, പക്ഷെ ആളൊക്കെ ചെയ്യും കേട്ടാ. അമ്മ കുറ്റമില്ലാതെ നല്ലതാ പറയുന്നത്. ഞാൻ ഫസ്റ്റ് സ്മൂത്തി മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. ഇപ്പൊ സ്മൂത്തി അടിക്കലേ ഞാൻ മറന്നു, സ്മൂത്തി ഉണ്ടാക്കലേ ഞാൻ മറന്നു. ഇഡലി ദോശയൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോ വീണ്ടും എന്റെ സ്മൂത്തിയിലേക്ക് തന്നെ പോകണം. ആള് വന്നിട്ടുണ്ട്. അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവരുടെയൊക്കെ ഡ്രസ്സുകളാണിത്. വയ്യ തോന്നുന്നു, ക്ഷീണിച്ചു. സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ടാണ് വരുന്നത് കേട്ടോ. പാവം. അതെ, എന്നാ ഞാൻ കഴിക്കലാണ് നിർത്താം നമുക്ക്. അത് വേണ്ട, അപ്പൊ നീ വാങ്ങിക്കണം. ഇവിടേക്ക് ഓടുന്നു, ഇവിടേക്ക് ഇവിടെ വെക്കുന്നു. മഷ്റൂം കിട്ടിയോ? അതെയോ? അയ്യോ, ഒന്ന് ചിക്കൻ വേണ്ടായിരുന്നോ? ചിക്കൻ കഴുകി ഫ്രിഡ്ജിലാക്കി. എനിക്ക് ഡെയിലി ഞാൻ ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് ചിക്കൻ ഉണ്ടാക്കാം. മഷ്റൂം കഴിക്കുന്ന ഒരു ചിക്കൻ കഴിക്കാൻ ഞാൻ മതി. രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതുപോലെ. എന്താ ഇവിടെയൊക്കെ വീടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ മെസ്സായിട്ട് കിടക്കട്ടെ. ആ സ്റ്റെയർ കേസിൽ ഇരിക്കുന്നുണ്ടോ സാധനങ്ങൾ? അങ്ങനെയൊന്നും നമ്മളെ വീട്ടിൽ ഇരിക്കാറന്നെ ഇല്ല. പറയുമ്പോലെ ഞാൻ 7:45 10 മണി വരെ ഞങ്ങള് 8:45 9:45 2.25 മണിക്കൂറായിരുന്നു ജിമ്മിൽ. ജിമ്മാണ് അവിടെ ഫുള്ള് വട്ടമേശി സമ്മേളനമാണേ. ഈ ജിമ്മ് കഴിഞ്ഞവര് ഇറങ്ങി അവിടെ ഒരു കട ഉണ്ട്, അവിടെ പോയിരുന്ന് കത്തി വെച്ച്. രാവിലെ തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലാവിഷായിട്ട് ചെയ്ത് നല്ല ഉറക്കം വരുന്നു. അപ്പൊ നമ്മുടെ സുക്കടാപ്പിക്ക് നല്ല സ്റ്റൊമക് പെയിൻ ആണ്. വീഡിയോ എടുക്കണ്ട വെച്ചാൽ ഇവിടെ അടിയായിരുന്നു. കാരണം വയ്യല്ലോ, ദേഷ്യമൊക്കെ വരും. എന്താണ് ജസ്റ്റ് എന്താ പറയുക, ഇനിയിപ്പോൾ 2 ദിവസം ഇവളുടെ അയ്യോ അറുകലേന്ന് കാണണം. ഇപ്പോൾ ഉണ്ണിയുടെ കഴിഞ്ഞു, ഇൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ആളാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മളെ കഞ്ഞി, നമ്മളെ ചെറുപയറും നാളികേരും പച്ചരി കേട്ടോ. ചമ്മന്തി ഉണ്ട് കേട്ടോ, ഒരു ചമ്മന്തി ഉണ്ട്. കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ? ഹലോ, എന്താ പണിയുണ്ട് ഇവിടെ? ഒരു 10 minutes. കഞ്ഞി കുടിക്കാനൊക്കെ എത്ര സമയമാണോ? 10 minutes. അവിടെയൊക്കെ പണി നടക്കണോണ്ടേ ഇപ്പൊ ഒക്കെ കഞ്ഞി കുടിയും സകലതും ഓരോ ഭാഗത്താട്ടോ ഞങ്ങള്. എല്ലാവരുടെയും കൂടി ഞങ്ങൾ കൂടിയിരിക്കുന്ന സമയം കുറവാ അല്ലേ? പക്ഷേ soonly ആവും. അതെ അതെ, അടുത്ത് തന്നെ ഒക്കെ റെഡി ആക്കും നമ്മള്. വാ, അപ്പൊ നമ്മള് ഗസ്റ്റ് വരൂ. 10 minutes. ഹലോ, അപ്പം ഞാൻ എന്താ കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഈ വാവക്കുട്ടി ഇവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. എനിക്ക് വയ്യാണ്ട് ഞാൻ സഹിച്ച് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ കിടന്ന് പൊരിയണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ കുറച്ച് കഞ്ഞി കുടിക്കാൻ കേട്ടോ. വാവക്കുട്ടി അവിടെ കിടന്ന് കരയുന്നുണ്ട്. എനിക്കില്ലേ, സത്യം പറഞ്ഞാൽ എനിക്കിത് കേൾക്കാൻ വയ്യ. എനിക്ക് വയ്യാണ്ട് 2 ദിവസമായിട്ട് ഞാൻ കിടന്ന് വേണ്ട, എനിക്ക് 2 ദിവസമായിട്ട് വയ്യാണ്ട് ഞാൻ കിടന്ന് പൊരിയുണ്ടായിരുന്നു. ആ കുട്ടിയെ കാണിക്കാനാണെങ്കിൽ എനിക്ക് സഹിക്കാൻ വേണ്ടി പോയി. അതിന് ഞാൻ ഉലുവെള്ളം വെച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, ഞാൻ ഇവിടുന്ന് പോവുക. എനിക്ക് സഹിക്കാൻ പറ്റില്ല കുട്ടികൾ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. എന്താ വാവ കാണിക്കുന്നിട്ട് ഉണ്ണിക്ക് ഛർദ്ദിക്കാൻ വരിക. കാരണം ഉണ്ണിപ്പം അങ്ങനെ കേട്ടോ. ഉണ്ണിക്ക് വേറെ ആള് പീരീഡ്സിൽ കാണിക്കുന്നുണ്ട അവൾക്ക് അസ്വസ്ഥത ഉണ്ടോ. ശരി, മിണ്ടില്ല കേട്ടാ. കരയും പാവം. എന്തേ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ ഒന്ന് നോക്ക്. ഒരു വേദന വെച്ചാൽ ഒരു വേദന, ഒരു വേദന വെച്ചാൽ ഒരു വേദന. ഞാൻ വൈകുന്നേരത്തേക്ക് കുട്ടികളിങ്ങനെ കരയുന്നതായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ എത്ര നേരമൊക്കെ അവളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ വയറിൽ തടവി കൊടുത്ത് പ്രാർത്ഥിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് സമാധാനം കിട്ടും, ഒരു തണുപ്പ് ചെല്ലുമ്പോൾ. പക്ഷെ അപ്പോൾ അതൊന്നും ഏൽക്കണില്ല. ഉലുവെള്ളം ഉണ്ടാക്കി കൊടുത്തു, അതും ഏൽക്കണില്ല. ഇനി അവിടെ ചോദിക്കുന്ന സൈക്ലോബാമ, അത് ഞാൻ കൊടുക്കില്ല. അതെന്തൊക്കെയായാലും ഞാൻ കൊടുക്കില്ല. അത് പെയിൻ കില്ലറാണ്, എടുത്ത് എറിയുന്നുണ്ട്. കൊണ്ടുപോയിട്ടൊരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ എന്നാ പൊന്നാ. ഒരവസ്ഥ കേട്ടോ അത്, സത്യം. അതെന്താ അറിയില്ല, ഞങ്ങൾക്ക് 3 ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും തന്നെ ചെറുപ്പത്തിലൊക്കെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോയി. അതേപോലെ എൻ്റെ മക്കൾക്കും നോക്കിയൊക്കെ. ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ ഈ സമയമായി കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിപ്രഷനാണ്. ശരി കേട്ടോ, നടക്കുന്നുണ്ട് അവിടെ. വേറൊരാൾ കാണിക്കുന്നുണ്ട, ഇത് മാത്രം അവൾക്ക് ഡിപ്രഷനാണ്. കാരണം വേറെ ആൾ കാണിക്കുന്നുണ്ടെ കൂടി അവൾക്ക് അവളുടെ കാര്യം ഓർമ്മ വരും. ഛർദിച്ചു പോയിട്ട് എന്തിന്, എന്ത് പറ്റി? കോഴി മേടിച്ചിട്ട് എനിക്ക് കോഴിയുടെ മണം തന്നെ തോന്നുന്നു. എനിക്ക് വയ്യ, എങ്ങനെ ജീവിക്കുക? കോഴി നന്നായി ഞമ്മക്ക് കഴിക്കുമല്ലോ. പണ്ട് മമ്മിക്കായിരുന്നു അങ്ങനത്തെ എല്ലാ പണ്ട് മമ്മിക്കായിരുന്നു അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു മമ്മിക്ക് എങ്ങനെ. മമ്മിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല. പിന്നെ മമ്മി ഇപ്പം മെല്ലെ ശരിയായി വരുന്നുണ്ട്. പിന്നെ എനിക്കായി. അപ്പോൾ എല്ലാവരും ചോദിക്കാം, അയ്യോ ഇപ്പൊ മമ്മിയുടെ ഉണ്ണിക്കായോ എന്ന്. എനിക്കിങ്ങനെ വേറെ എനിക്കും അങ്ങനെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അതൊന്നും പറ്റില്ല. എനിക്കിപ്പോ എന്താ പ്രശ്നമുണ്ട് എനിക്ക്. ഇപ്പൊ ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ എങ്ങനെ ചാവണമെന്ന് പോലും ഒരു ഉറപ്പില്ലല്ലോ. അപ്പൊ ഞാൻ അതൊക്കെ മാറ്റി വരാൻ തുടങ്ങി കേട്ടോ. ശരി, ഉണ്ണിക്ക് അതൊക്കെ എടുത്തു കൊടുക്കും. ഞാൻ എന്താ പൊന്നാ ചെയ്യാ? ഗുളിക തരാണ്ട് ഞാൻ ഉലുവെള്ളം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഇനി എന്താ മമ്മി ചെയ്യാ? തയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഗുളിക കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. അത് കിടന്ന് പൊരിയുണ്ടെന്ന് പറഞ്ഞാൽ അത് കിടന്ന് പൊരിയുന്നുണ്ട്. അപ്പം ഞാനൊരു ഗുളിക കൊടുക്കാൻ തന്നെ വിചാരിച്ചു. കുഴപ്പമില്ല, കഴിച്ചു നമ്മുടെ കുട്ടിക്കിപ്പോൾ എന്തായാലും. ഉണ്ണിയുടെ മോൻ കണ്ടോ വിഷമമായിട്ടാട്ടോ. വാവിനെ കാണിക്കാത്ത വേറൊന്നുമല്ല, വാവിക്ക് ദേഷ്യം വരും, അതുകൊണ്ടാട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയുള്ള സമയത്ത്. ഉണ്ണിയുടെ മോങ്ങണ്ട ഉണ്ണിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമാട്ടാ. ഈ സമയത്ത് മാത്രം ഉണ്ണി ഇതൊന്നും നോക്കാണ്ട് ആർക്കും എന്ത് സഹായം ചെയ്തു കൊടുക്കും. കാരണം അവൾക്ക് അറിയാം ഈ അവസ്ഥ.
കഴിച്ചു മാറൂട്ടാ. കുളി എപ്പോഴും ശീലാക്കണ്ടാട്ടാ. ഞാൻ ഇങ്ങനെ കാട്ടുന്നത് കാണുമ്പോ ഓ എന്താ പെണ്ണല്ലേ അവൾ എന്തിന് ഇങ്ങനെയൊക്കെ കാട്ടണമെന്ന് വിചാരിക്കണം. എനിക്ക് സത്യത്തിൽ ഞാനും ഇതേ പെയിൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുമിച്ചിട്ടും കരച്ചിട്ട് വരുന്നു പാവത്തിന്. കരച്ചിൽ വരില്ല. അതിപ്പോ ഛർദിച്ചിട്ട് ഇതേ പെയിൻ ഞാൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് അവൾ അനുഭവിക്കുമ്പോൾ എനിക്ക് അതേപോലെ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ കുത്തണ സീനൊക്കെ കണ്ടാൽ നമ്മളെ കുത്തണ പോലെ തോന്നില്ലേ, അതുപോലെ ഇത് എനിക്ക് അറിയാലോ ഇതിന്റെ പെയിൻ. അതുകൊണ്ട് അവൾ ചെയ്യുമ്പോൾ എനിക്കെന്തോ സഹിക്കാൻ പറ്റില്ല അല്ലേ. അതിപ്പോ ഡേറ്റ് ആണ് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അവൾ എന്ത് സഹായം ചെയ്തോളൂ കൂട്ടാ. കാരണം ആ അവസ്ഥ അവൾക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളുടെ മാഡം തട്ടകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചിക്കനൊക്കെ ചേച്ചി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂണും മേടിച്ചിട്ടുണ്ട് കേട്ടോ. മഷ്റൂം ഇത് നട്ടാറില്ല. അപ്പൊ ഞാൻ വെറുതെ ഇവരോട് ചോദിച്ചതാണ് ഇത് ഉണ്ടോന്ന്. അപ്പൊ ഇതും കിട്ടി, ചിക്കനും കിട്ടി. പക്ഷെ രണ്ട് ചിക്കനും ഇതും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ പണ്ട് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. എനിക്ക് അതിൽ എത്രത്തോളം സത്യം വേണ്ട. ഇത് കഴിക്കണ്ട, ഏതെങ്കിലും ഒന്ന് കഴിച്ചാൽ ഗസ്റ്റ് വരുന്നില്ലേ. അപ്പൊ ഗസ്റ്റിന് വിഷം കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഉണ്ടാക്കി വെക്കിയ കേടുവരും. ചിക്കൻ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് രാത്രിക്ക് ചപ്പാത്തിക്ക് എടുക്കാമല്ലോ. ഇപ്പൊ സോണി എന്റെ മേത്തിക്ക് ചാടിയായിരുന്നു ഗൈസ്. അപ്പൊ ഇത് ഞാൻ നേരാക്കാം. ഇത് നന്നാക്കിയിട്ട് ഇതും സെറ്റാക്കിയിട്ട് കുറച്ചായിട്ട് കാണിക്കാം അല്ലേ. അപ്പത്തേനും ഞാൻ എന്ത് ചെയ്യട്ടെ, തലയിൽ എണ്ണ തേക്കട്ടെ. ഉണ്ണി അടിച്ചൊക്കെ കൊടുത്തു. ഇനി ചേച്ചി തുടയ്ക്കും. പിന്നെ എന്താണ് വീടൊക്കെ ഇല്ലേ മെസ്സായിട്ട് കിടക്കുകയാണ്. അല്ല നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെ എന്റെ രീതിയിൽ ക്ലീൻ ഒന്നുമല്ല. അവിടെ പൊടി പൊടി ഉണ്ടാവും. കാരണം ബാക്കി അപ്പൊ നമ്മുടെ വീട് മെസ്സായതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. ഞാൻ മെസ്സായി വീട് ഞാൻ കാണിച്ചത് ഗൈസ്. ഒരു മെസ്സുള്ളത് ഇവിടെ എന്താണ് ഒരു വൃത്തിയായിട്ടുള്ളത് അത് ഞാൻ ഇപ്പൊ കൊണ്ടുപോകും. ഇതാ ഈ റൂം എന്താണ് ഇവിടെ ഒരു മെസ്സുള്ളത്. ഇതില്ലേ അതിപ്പോ ആവത്ര നേരം കരഞ്ഞ് കുറെ ഛർദിച്ചു ഒക്കെ ഉണ്ട്. അതിന് മെല്ലെ ഒന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കാലം ഒന്നും പറയണ്ട ഗൈസ്. സൗണ്ട് ഉണ്ടാക്കിയുള്ളൂ പ്രശ്നമാണുള്ളത്. മൂള് എങ്ങനെ പാവം പാവങ്ങനെ മൂള് പറഞ്ഞിട്ട് ഛർദിച്ചു അത്ര. എന്നിട്ടൊരു ഗുളിക കൊടുത്തു ഞാൻ. കാരണം എന്നാലെങ്കിലും മാറട്ടെ വെച്ചിട്ട്. പക്ഷെ എന്നിട്ട് ഗുളിക ഞാൻ കൊടുത്തു കേട്ടോ. കാരണം എന്നാലെങ്കിലും മാറട്ടെ. പക്ഷെ അതൊക്കെ ഛർദിച്ചു പോയി. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ അതിനെ അവിടെ കിടത്തി ഓർക്കി. പാവത എന്താവും വേദനിക്കുന്നറിയോ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെച്ചാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ അത് ചിലപ്പോൾ അങ്ങോട്ട് ശീലമാവും. പിന്നെ ആ ഇഞ്ചക്ഷൻ വേണ്ടി വരും അത് മാറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ എന്താ കുട്ടികളൊരു കാര്യം ആലോചിച്ച് നോക്ക്. കാരണം പാവം അത് പറയണേ എൻ്റെ പകുതി ആരോഗ്യമൊക്കെ പോയി. ഞാൻ കുറച്ചും കൂടി ഉള്ളു പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് വിഷമമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ജ്യൂസ് അടിച്ചാലോ പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിടക്കട്ടെ എന്തായാലും പാവം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉണ്ണി അപ്പോഴത്തേനും പോയിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ വേറെ എല്ലാം വെച്ചു. വേറെ 2 സാധനം മാത്രം വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചിക്കനും മഷ്റൂമും കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യണം. ഞാൻ ഫുള്ളൊന്നും കാണിക്കുന്നില്ല കാരണം ഇത് ഒത്തിരി ലോങ് ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉണ്ടാക്കുന്നത്. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, ഇവിടെ കുറച്ച് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ഇഞ്ചും കൂടി ഉള്ള ഉള്ളിയാണ്. ഓക്കെ, അപ്പൊ അന്ന് അപ്പൊ പെപ്പർ ചിക്കൻ തന്നില്ല എന്നാ പറയുന്നത്. ഇല്ല, കാലിന്റെ പൊടിന് വെക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ള് റെസിപ്പി നേരെ കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ട് മോളെ പൊട്ടിച്ചത്. പിന്നെ ഒന്നിലോട്ട് കത്തിരി കൊടുത്തു വിടുവോ? കത്തിരിയോ പൊട്ടിച്ചിട്ടുണ്ടോ? ആ കൊള്ളാം. എന്നിട്ട് എന്റെ സോണിന് മുകളിൽ കുത്തും. സോണിക്ക് ഇല്ലാത്ത കുത്തില്ല. അപ്പൊ നമുക്ക്
ഇതിലേക്ക് കുറച്ച് സോറി, ഇതിലേക്ക് 2 പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുക്കാം കേട്ടോ. നല്ല കറിവേപ്പില. പൊട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ വേറെ കുട്ടികളുണ്ടല്ലോ. ഉള്ളിയല്ലേ? ഉള്ളി അതല്ലേ കറിവേപ്പില. ഉള്ളിയുടെ കഴിഞ്ഞില്ലേ? ഞാനൊരു മരിച്ചട്ടകം തേടാ നാണം വരും. സുന്ദരിയാന്നൊക്കെ മുഖത്ത് നോക്കി പറയാം. നിങ്ങൾക്ക് അറിയില്ലല്ലോ ബാക്കിലിരിക്കുന്ന ആളാണ് സ്റ്റോറി എടുത്തു തരുന്നത്. ചിരി കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് കുറച്ച് ഉള്ളിലേക്ക് എന്റെ ഓഫ് ചെയ്തിരിക്കുകയാണോ? വെറുതെ അല്ല, ഒരു വികാരമില്ലാതെ ഞാൻ വിചാരിച്ചേ ഇതെന്താ ഒന്നും ആവാത്ത അത്ഭുതമായിരിക്കുന്നല്ലോ. നോക്കാൻ പറ്റില്ല. വെറുതെ അല്ല. ഫസ്റ്റ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ഒരു മണത്തിന് വേണ്ടിയിട്ടാട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. എന്താ കാണിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും വലിയ ഷെഫാണെന്ന്. ഇങ്ങനെ എനിക്ക് കറികൾ കൊള്ളാല്ലേ മോളെ? പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളത്. സ്നേഹം കൊണ്ടാണ് ഇത് തരുന്നത്. അതെ, സ്നേഹം കൊണ്ടാണ്. ഇന്നിപ്പോ വേറെ കറികളൊക്കെ ഉണ്ടാക്കിയത് ഞാൻ മോള് വരികയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ശരി, ഇത് രണ്ടെണ്ണം കൂടി മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് പെപ്പർ ചിക്കൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ഇപ്പൊ ഈ എന്നെ ഇഷ്ടം എന്ന് പറയുന്നവർക്കൊക്കെ എന്താ പറയുന്നറിയോ? വന്നാ കുക്ക് ചെയ്ത് തരുമെന്നാ ചോദിക്കുന്നത്. ഒരു പ്രഗ്നന്റ് ആയിട്ടൊരു കൊച്ചുണ്ട്. അപ്പൊ ആള് എനിക്ക് കുഞ്ഞിനെ കാണിച്ചു വരാൻ പറഞ്ഞു. കുഞ്ഞിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, കുക്ക് ചെയ്ത് തരണമെന്ന് ഇഷ്ടമുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നാലും വേണ്ടില്ല, കുട്ടീനെ കാണാലോ. അപ്പൊ ശരി, കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റി ഫുഡാ എന്ന് ഇവരൊക്കെ പറയണം കേട്ടോ. നല്ലതാണ് ശരിക്കും. പൊക്കി പറയാനല്ല, പറയില്ല, ഉള്ളതുള്ളത് പോലെ പറയാം. എന്റെ മക്കളാണ് പൊക്കി പറയാന്ന് പറയാം. പുറത്തൊരാള് പറയുമ്പോ ഇപ്പോൾ പുറത്താളല്ല അകത്താളെങ്കിൽ അത് മതി. അല്ല വേറെ ഇപ്പോഴല്ലേ അകത്തായില്ലേ? അപ്പൊ ഇതങ്ങോട്ട് ആവല്ലേ. എണ്ണ തേച്ച് കഴിഞ്ഞു. ഇനി മറ്റെന്താ പറയാ, ഉണ്ണിക്ക് നാളെയാണ് ഓണം സെലിബ്രേഷൻ. അതിന്റെ ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ സുന്ദരി കുട്ടിയാവും, അതിനുള്ള ഡ്രസ്സ് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വാവക്കുട്ടിക്ക് ഓണം സെലിബ്രേഷൻ ഒന്നുമില്ലേ? എല്ലാവർക്കും ജിമ്മിലെ എന്നില്ലല്ലോ അത് കാണിക്കാൻ ഞാൻ. അഷ്ടമി രോഹിണി. അതെ മോളെ, ഇത് കേടുന്നു. എനിക്ക് ഫ്രഷ് ആയിട്ട് ഇതിന് കിട്ടിയ നന്നായിരുന്നു. ഉണ്ണി എവിടെ പോവാ? ഞാൻ അങ്ങോട്ട്. അപ്പൊ ഉണ്ണി പറഞ്ഞത് മമ്മി ഉണ്ണി ഇപ്പൊ വരാന്നാ പറഞ്ഞേ. അത് അവളോട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളവരോട് മാത്രമേ അവള് ആ ഉണ്ണി എന്ന് പറയുള്ളൂ. ഇല്ല ചങ്ങ അന്തസ്സായിട്ട് ഞാൻ എന്ന് പറയാൻ അറിയാം. എനിക്ക് എല്ലാം അറിയാം. കാണിച്ചേ മോട്ടോ അവിയലാണ് കേട്ടോ. ഇത് കോവയ്ക്ക തോരൻ, ചമ്മന്തി, മത്തങ്ങി വെള്ളപ്പയറും കൂടെയുള്ള ഓല, പപ്പടം, പഴം, പായസം, മോരുകറി, ചോറ്, ചുക്കുവെള്ളം, കഞ്ഞി, രാവിലത്തെ ചമ്മന്തി. ഇതിന്റെ കുട്ടിയിട്ട മറ്റെന്താ പറയാ, എന്ത് പറയുന്നതിന്, കാന്താരി മുളക്, പായസം. പായസം
ഇങ്ങോട്ട് വാ, ഇനി ഇങ്ങോട്ട് വാ. കൂങ്കറി. ഇങ്ങോട്ട് വരട്ടെ. ചിക്കൻ. അത് ചേച്ചിന്ന് കണ്ടുപിടിച്ച റെസിപ്പി ആട്ടോ. ഇത് കഴിച്ചിട്ട് പറയണം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ ആക്കുന്നത് അപ്പറല്ല ഒരു കാണില്ല. അപ്പൊ വാവുണ്ടി എപ്പോ മോള് വരുമ്പോഴും എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കുന്ന വാവക്കുട്ടിയാ. ഓ, ഞങ്ങളൊന്നും വേണ്ടിയില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരും കടന്നുറങ്ങുമ്പോ അവളാണ് എന്റെ അടുത്ത് വന്ന് പുറത്ത് വന്നിരുന്ന് ഞങ്ങൾ രണ്ടുപേരും മോളല്ലേ മസാജ് ചെയ്ത് ഉറക്കിയത്? എന്നാലും ഉറങ്ങാൻ പറ്റും. അവളെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തു. അവൾ ഉറങ്ങിയോ? ഓ കള്ളി. വെറുതെ ഇല്ല, നമ്മള് പാവാണ് വിചാരിക്കും. വരക്കൊക്കെ ആയിരിക്കും പാവം വിചാരിച്ചത്. ഒന്നും കിട്ടുക. ഞങ്ങള് വിചാരിച്ച പാവം ചേച്ചി. കഴിഞ്ഞോ? ഇല്ല, മോള് ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിയോ? ഫസ്റ്റ് തൊട്ടേ ഓഫാന്നാ തോന്നുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല. അതാ തോന്നുന്നത്. അത് ചട്ടി ശരിയില്ല പറഞ്ഞു ചേച്ചി. അത് സെറ്റാപ്പ്. വെറുതെ ഞാൻ വിചാരിച്ചത് എന്തൊരു ഒന്നും ആവാത്ത പച്ചപ്പിൽ തന്നെ നിക്കണേ. ശരിയില്ല എന്ന് ആ, എന്താ മോളെ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇല്ല, മോളൊന്നും ചെയ്യണ്ട. കത്തിയില്ല, നമുക്കൊരു കത്തി ഉണ്ടല്ലോ. കട്ടിയുണ്ട്. അത് തരൂ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ണിക്കും വാവയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവര് വിചാരിക്കുമോ ഉണ്ണി വാവയുടെ മാത്രം എന്താ എടുത്ത് പറയണേന്ന്. എല്ലാവർക്കും ഇഷ്ടമാണ്. അത് പറഞ്ഞ കുഴപ്പമില്ലല്ലോ. അതെ, എനിക്കിഷ്ടമാണ്. ആ, എന്താല്ലേ മൾട്ടി ടാസ്കിങ് ആണേ. 2 കറി ഒരുമിച്ച്. പക്ഷെ ഇപ്പൊ വേഗം ആവൂലോ, അതുകൊണ്ടാണ്. ഷെഫ് ആവേണ്ടതായിരുന്നു. അതെയോ? ശരി, നമുക്കൊരു പൊതിച്ചോറ് സംരംഭം തുടങ്ങിയാലോ? ഞാൻ ready. കൊണ്ട് വിൽക്കുവോ? ആ, എന്നാ ചേച്ചി ഉണ്ടാക്കി തരാം. ഉണ്ണിയുടെ കോളേജിന് മുന്നിൽ, വാവയുടെ കോളേജിന് മുന്നിൽ പോയി നിന്നാ മതി. പോവോ? പിന്നെന്താ? അപ്പൊ നമ്മൾ ഇന്ന് മുതൽ പാർട്ട്നേഴ്സ്. തല്ലു കൂടേടി. അപ്പൊ നമ്മൾ 2 പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആള് വോയിസ് ഓവർ മാത്രം മതി എന്നാ പറഞ്ഞത്. വോയിസ് വിട്ടോളൂ. ഉണ്ടോ? അത് നമ്മളെ രഞ്ജുമോളാണ് കേട്ടോ, നമ്മളോട് സഹായത്തിനായിരുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ 3 ആളും കൂടി പൊതിച്ചോറിന്റെ സംരംഭം തുടങ്ങി. എടീ തല്ലൂടുങ്ങള് എന്റെ കൂട്ടി പറയണ്ട ഇല്ലെന്ന് കണ്ടോ? കുറുമ്പി പറയണ്ട കൂടുന്ന്. ഇപ്പൊ തന്നെ ഒഴിവാക്കേണ്ട പണി ചെയ്യുന്നത്. ഇപ്പൊ തന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ എന്നെ? ഇല്ല, അതുകൊണ്ട് തല്ലിൽ വെച്ചല് പറ്റുള്ളൂ. ഉണ്ണി വാവിനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ? പക്ഷെ അനുസരണുള്ള ഒരു കുട്ടി കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടാ മുന്നോട്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങളോട് വിറ്റിട്ട് തരണം. പൊതിച്ചോറ് എങ്ങനെ മുഴുവൻ വെക്കാതെ ഇങ്ങോട്ട് വന്നോ. ബാക്കിയുള്ളത് നമുക്ക് ആ ഉദ്ദേശത്തോടു കൂടി ഇവിടുന്ന് പൊതിച്ചോറ് കൊണ്ടുപോയാ 3 ഓൾറെഡി കഴിക്കും നമ്മള്. അതിന് അത് വെച്ചിട്ട് ആ ഉദ്ദേശത്തോട് കൂടിയിട്ട് വെക്കേണ്ട ടെൻഡൻസി ഇല്ലാതായ ഒഴിവാക്കും. അപ്പൊ നഷ്ടക്കച്ചവടം പറ്റില്ല. ഇല്ല, അപ്പൊ ഗ്രൂപ്പ് ഒന്ന് ഒഴിവാക്കാം. കമ്പനിന്ന് തിരിച്ചു വന്നതാണ്. കമ്പനിയുടെ പേര് എന്തറിയോ? KDN കമ്പനിയുടെ. ഉണ്ണി വാവ KDN കമ്പനി എന്നാണ് കമ്പനിയുടെ പേര്. അപ്പൊ നമുക്കിത് ഇതിലേക്ക് കൊട്ടാട്ടോ. ഓക്കെ, നിങ്ങളിത് ഇങ്ങനെ കണക്കാക്കണ്ട. ഇപ്പൊ ഇതിന്റെ ഭംഗി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട. ഇങ്ങനെ അങ്ങ് സെറ്റായി വരും. മോളെ, ഇതൊന്നും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരി തരാമോ? ഇതാവട്ടെ കേട്ടോ. ഇത് എന്റെ രശ്മി മോള് വരുന്നതിനുള്ള സ്പെഷ്യലാണ്. പെപ്പർ ചിക്കൻ ആണ്. പക്ഷെ കുറച്ചും കൂടി പെപ്പർ ഇട്ട് കത്തിക്കാന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, ഒരു പരിചയമില്ലേ. ആവട്ടെ. മഷ്റൂം ഓക്കെ. ഇതാവട്ടെ കേട്ടോ. നമ്മൾ ചിക്കനിലേക്ക് അനുസരിച്ച് നമ്മളിതേക്ക് ശകലം കൂടെ കുരുമുളകുടെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എരിവ് വാക്കുട്ടിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും
കുറച്ചിട്ടേ ഇടുള്ളൂ കേട്ടോ. ഇനി ഇവനൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, ഇങ്ങനെ വേവട്ടെ കേട്ടോ. നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കിത് അടച്ചു വെക്കാം. ഇത് രണ്ടും കൂടി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നിട്ടുണ്ട്, മഷ്റൂമും ഇതും കൂടെ. ഇതാവട്ടെ മോളെ. ഇപ്പോൾ ഇതുണ്ട് നമ്മളുടെ പെപ്പർ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നും പറയണ പോലെ തന്നെയാണ് കളർ. ഈ കളറല്ല, നല്ലൊരു അടിപൊളി. ഇതിലേക്ക് ആവി വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പെപ്പർ ചിക്കനൊക്കെ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മഷ്റൂമും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കുറച്ച് ഉപ്പ് വേണം, കുറച്ച് പച്ചവെളിച്ചെണ്ണ കഴിച്ചാൽ സെറ്റായി. വേണോ? കൂണ് കഴിക്കില്ലല്ലോ. കൂണ് കഴിക്കില്ല. സന്തോഷം. എനിക്ക് കൂണില്ലേ നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞോ. എന്റെ കുട്ടിക്ക് സാധനം കിടന്ന് ഇങ്ങനെ. അതെ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് സെറ്റ് ആയിട്ട്. അപ്പൊ മമ്മണ ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞില്ലേ, അതെടുക്ക്. തന്നില്ലേ ചോറ്? തന്നില്ല. ചോദിക്കണ എങ്ങനെയാ? നമ്മള് വീട്ടിൽ കയറിയ മര്യാദയാണോ മോളെ? കുറച്ചുകൂടെ മതിയിലോ? അവർക്കാണോ? അപ്പൊ നമ്മളൊക്കെ രണ്ടാം തരം അല്ലേ? നമുക്ക് നമുക്ക് പോയാലോ? ഒക്കെ തിരഞ്ഞിട്ടാണ് നമ്മള് ഫുഡ്. കുറച്ച് പായസമാണ് കേട്ടോ അത്. ഇന്ന് കുറച്ച് പയർ ഉടഞ്ഞില്ല എന്നൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് ഇല്ലാണ്ടില്ല. നമ്മൾ കയ്യിലിപ്പോൾ എടുക്കും. മോരിയറി ഉള്ളത്. അപ്പൊ ഇത് അവര് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അത്ര. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കട്ടെ കേട്ടോ. ഇതാണ് എന്റെ മുടി മാറ്റിട്ട്. ആ കയ്യൊന്ന് വിട്ടു. എന്നിട്ട് ആ ചേച്ചിനൊന്ന് ശ്വാസം വിടിയിപ്പിക്കോ? അല്ല, അതെ. ഇതാണ് എന്റെ മുത്തുമണി. കൊറേ നാളായിട്ട് വന്നിട്ട്. അപ്പൊ കൊറേ നാളായിട്ട് ഞങ്ങളെ മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള മൈൻഡ് ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്യണറിയോ? അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് കൊടുക്ക വന്നു. അതെന്താ ഇടയിലൊരു പോയി. ഇതാണ് കുട്ടി. കുട്ടിയുടെ ഗസ്റ്റ്. എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിരുന്നു. ഗസ്റ്റ് അല്ല, ഇവിടത്തെ കുട്ടിയുടെ ഇവിടേക്ക് താഴ്ത്തു അങ്ങോട്ട്. അവിടെ അതേ സ്വഭാവമാണ്. നിന്റെ സ്വഭാവം. മമ്മി ഉണ്ണിയുടേന്ന് പറയരുത്. ഉണ്ണി നല്ല കുട്ടിയാണ്. കുടുംബത്തിലെ കുട്ടിയാണ്, പെൺകുട്ടി. അവള് സ്ത്രീയാണ്, നാരിയാണ്. ഞാൻ ഈ കുടുംബല്ല ഗൈസ്, എന്നെ ഇവര് ദത്തെടുത്തതാണ്. ഞാൻ ഏതോ ഒരു വലിയ വീട്ടിലത്തെ കുട്ടിയായിരുന്നു. ഇവിടെ ജനിക്കട്ടെ. ഈ ഒരു ഇത്രയും നല്ലൊരു ഈ ഒരു വീട്ടിൽ ജനിക്കാൻ എത്ര കുട്ടികൾ കൊതിക്കണം അറിയോ? ഇന്റെ മകളായിട്ട് ജനിക്കാൻ വേണ്ടിട്ട്. എന്റെ അമ്മയായിട്ട് ജനിക്കാൻ ഒരേ പേര് കൊതിക്കുന്നുണ്ട്. ഒരാളുടെ പേര് പറ. മമ്മി ഒരാളുടെ പേര് പറ. ഞാനോ? രശ്മി. അത് വെച്ചില്ല, അത് ഫൗളാണ്. അത് ചേച്ചി ഇപ്പുറത്ത് വെക്കണം. അത് വെച്ചില്ല. അനക. ഞാൻ എന്നോട് ചോദിക്കും. ബിന്ദു. ബിന്ദു അമ്മ. അത് ആരാ അനക? എനിക്കത് വിശക്കുണ്ട്. മമ്മി കാണണോ എനിക്ക്? എല്ലാം കഴിക്കണേ. അപ്പൊ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും. മമ്മി ഒന്നും കൂട്ടിക്കണ്ട. മമ്മി അത് കൂട്ടി കഴിക്കട്ടെ. ഏതാണ് എന്റെ വാവുകുട്ടിക്ക് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട്. പക്ഷെ അതിന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ആൾക്കാരിന്റെ വാവേണിന്റെ ആള് കൊടുത്തിട്ട് മതി. വേണ്ട പണായിരുന്നോ? ഇങ്ങനെ ആക്ക. ഇപ്പൊ കെട്ടിത്തരെ കുറിച്ചോളെല്ലാത്തിനും കെട്ടിത്തരി. എനിക്ക് വേണ്ട, എനിക്ക് കിട്ടണ്ട. ഓരോന്നിനും എന്താ ടേസ്റ്റ്?
എന്നിലൂടെ പകർന്നു കിട്ടിയൊരു കളിയാണ് മമ്മിക്കത്. എന്താ കൊട്ടി ഇറക്ക്. ഈ മുളക് വേണം, മുളക് വേണം. അതൊന്നല്ലേ കാന്താരിയല്ലേ? ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ. രണ്ടെണ്ണം ഉണ്ട്. കൊട്ടിക്കണ്ട മമ്മി. ഒന്നെടുത്താ ഒന്ന് ഫ്രീ. മമ്മി ഇതാണ് നമ്മളെ പെപ്പർ. ശരി, എന്താ ഇവിടെ നിക്കണ പൊക്കൂടെ? പോയി കഴിച്ചൂടെ? ഇതിനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് തന്നെ. ഓഹോ അമ്മ, അപ്പൊ അമ്മീനെ കാണാനല്ല. എടി പാത്രം കൊണ്ട് ഇങ്ങോട്ട് വന്നു പറഞ്ഞേ. മമ്മി ഉണ്ണിക്കും കൊടുക്ക്. മതി മതി, അത്രക്ക് മതി. അതിന് കുറച്ച് കൊടുത്താൽ മതി. പേരിന് ഡയറ്റൊക്കെ അല്ലേ. അങ്ങനെ അധികം മസാല കഴിക്കാൻ അധികം മസാല കഴിക്കാൻ പാടില്ല. ജിമ്മിന് പോണ ആൾക്കാർ കൊട്ട്, ഞാനൊരു കൊട്ട്. ഗുഡ് മോമി. മതി മതി മതി. താങ്ക് യു സോ മച്ച്. അത് കരിയണ നേരം മമ്മി കരിക്കുവോ? ഞാൻ നോക്കണ്ട പൊക്കോളൂ. അതെ. ഹലോ, അപ്പൊ ഞാൻ എന്റെ ഇത് പ്രയത്നത്തിനൊടുവിൽ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ചോദിക്കാം കേട്ടോ. എന്താ മോളെ അഭിപ്രായം? പെപ്പർ ചിക്കൻ ആ നമ്മൾ ഈ ഹോട്ടലിനൊക്കെ കഴിക്കില്ലേ, അത് മാറിപ്പോ. അതെയോ? ശരിക്കും ഞാൻ എല്ലാത്തല്ല പറയണം, അത്ര ടേസ്റ്റ്. ബാക്കിയെല്ലാം ഞാൻ കഴിച്ചിട്ടുള്ളത് അവിടെ, പക്ഷെ ഇത് ആദ്യമായിട്ട് ഞാൻ കഴിക്കണേ. അതെ അല്ലേ? അത് ചേച്ചിയുടെ ഒരു വെറൈറ്റി പുതിയതായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാ. ഞാൻ കണ്ടുപിടിച്ചതാ. ഇത് ആരുടെയും റെസിപ്പി അല്ല, എന്റെ സ്വന്തം. ഇതൊക്കെ എന്റെ കൈ തൊട്ടത് മാത്ര. സ്വത്തുമണി എണ്ണയോട് എവിടെ? അയ്യോ എന്തൊരു ടേസ്റ്റ് ആണ്. എന്താ ആ ടേണെങ്ങനെ? എന്തൊരു ടേസ്റ്റ് ആണ് അല്ലേ? അങ്ങനല്ല, അയ്യോ എന്തൊരു ടേസ്റ്റ് ആണ് വെച്ചിട്ടാണ് ഉണ്ണാതെ പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നേ. അപ്പോഴത്തേനും മമ്മി ഫോൺ ഓൺ ആക്കാൻ വേണ്ടി റിയാക്ഷൻ കണ്ടിട്ട് നമുക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല. അത് നമ്മുടെ റിയാക്ഷൻ ഇടാൻ വേണ്ടി വേറെ ആളെ ഇറക്കിയതാ. റിയാക്ഷൻ ഇടൂ. സത്യത്തിൽ നമ്മള് പറയുന്നു സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് സത്യത്തിൽ നല്ല ടേസ്റ്റ് അല്ലേ? റിയാക്ഷൻ ഇടാൻ പറഞ്ഞു വേണ്ടായിരുന്നു തോന്നി ലാസ്റ്റത്തെ റിയാക്ഷൻ. ഇതൊക്കെ ഉണ്ടല്ലോ. ശരി, എന്റെ മോള് കഴിക്കും. മാത്രം മതി കഴിക്കാൻ. പെപ്പർ ചിക്കനും ചോറും മാത്രം മതി. മതിയല്ലേ? കൂടെ കഴിക്കുമ്പോ അതെ, പൊതിച്ചോറ് കെട്ടി തരാന്ന് വിചാരിച്ചു, പക്ഷെ സമയമില്ലടാ പൊന്നാ. അതുകൊണ്ടാ ഇത് വന്നപ്പോ തൊട്ട് ടെൻഷൻ. ഞാൻ വാവക്കൂട്ടടുത്തേക്ക് പോവാണേ. പാവം വാവ ഞാൻ പോട്ടെ, ഞാൻ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ എന്റെ ചുട്ടുമണി കണ്ട് ഇവിടെ കിടക്കുകയാണ്. അനങ്ങിയ വേദനിക്കും പറഞ്ഞിട്ട് കിടക്കണം. ഞാൻ എന്തായാലും ചോറ് കൊടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ ചേച്ചി പെണ്ണ് കുട്ടികൾക്ക് കൊണ്ടുവന്നാണ്. ഇവളാണ് ഇവരിനെ കേടുവെക്കുന്നത്. ഞാൻ ഷുഗർ കട്ട് ചെയ്യും, പിന്നെ എങ്ങനെ എനിക്ക് കൊടുന്നേരും. പിന്നെ ഞാൻ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, പിന്നെ ചേച്ചി കൊണ്ടുവരുമ്പോ പറഞ്ഞ ചേച്ചി ഉണ്ടോ കിവി കൊടുത്തിട്ടുണ്ട്. കിവി ഇഷ്ടമുള്ളത് മാത്രം നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്റെ ചക്കപ്പായി ഇത് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് പിന്നെ നല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ, സ്മൂത്തീസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂബെറി, മാംഗോ, സ്ട്രോബെറി. താങ്ക് യു. അത് കാഡ്ബറീസ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഗൈസ് ചെറുത് വേണ്ടോ? ഇതൊക്കെ കഴിക്കണ്ടേ നമുക്ക്? പാവം വാക്കുട്ടി അവിടെ കിടക്കാം. അമ്മ അവളെ എന്താ കാട്ടുന്നത്? എന്താ അവിടെ കാട്ടുന്നത്? എന്തുവാ അതാ ഇപ്പൊ സ്കിൽഡ് ആണോ? അത് വാക്കുട്ടി കഴിച്ച പാത്രം എടുക്കാൻ പോയത്. പിന്നെ സൗണ്ട് കൊടുത്താൽ കേൾക്കണ്ട വെച്ചിട്ട് പാത്രം അടിച്ചിട്ട്. ഓ ശരി. ഹലോ, അപ്പോൾ നമ്മൾ രശ്മിക്കുട്ടി പോയി കേട്ടോ. കുറേ നേരം നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു, വീഡിയോസ് ഒന്നും എടുത്തില്ല. വാക്കുട്ടിക്ക് വയ്യല്ലോ, അപ്പോൾ ഞാൻ വാക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കിടന്നു. പിന്നെ എനിക്കിങ്ങനെ തണ്ട് വയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണ് അപ്പോൾ എനിക്കിങ്ങനെ വയ്യാണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചൊക്കെ തന്നെ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ണി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി റെഡി ആവുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാക്കുട്ടി പാവം, വാക്കുട്ടി ഉണ്ണിയും കൂടി പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേനും വാക്കുട്ടിക്ക് വയറുവേദന വന്നത്. അപ്പോൾ ഉണ്ണി ഒറ്റയ്ക്കാട്ടോ പോകണം. എനിക്കും വയ്യ, ഞാനും പോകണമെന്ന് വിചാരിച്ചാണ് കല്യാണത്തിന്. പിന്നെ എനിക്ക് വയ്യതാ നോക്കിയ കണ്ണൊക്കെ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഇനിയിപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടേ ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റണില്ല. അപ്പോഴത്തേനും അവർ വന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഞാൻ ഉണ്ണി റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ണി ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഉണ്ണി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് കോസ്റ്റ്യൂം. ഇത് സിമ്പിളായിട്ട് നമ്മൾ അന്ന് എപ്പോഴും സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ. ഒരു വട്ടം 2 വട്ടം ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ടോന്നും തുടക്കി. എന്ന് മേക്കപ്പ് ചെയ്ത് പോവാണ്. ചില സൺസ്ക്രീനും ഇടും, കുറച്ച് മോയ്സ്ചറൈസർ ഇടും. അത് പിന്നെ തുടങ്ങും വെള്ളം കൊണ്ട് ഒഴിക്കണ പോലെ ഇങ്ങനെ. വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അത് അറിയണ്ട് മുഖത്തത് വീഡിയോയിൽ കാണുമ്പോൾ. അവളെന്താണ് മെസ്സി ലുക്കിൽ പോവാണ് അത്രേ. ഇത് മെസ്സി ലുക്കല്ല, റൊണാൾഡോ ലുക്കായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് വാ കേട്ടോ. ഓക്കെ, ബൈ. മറ്റേ അപ്പുറത്തെ ആൻറ്റി ഉണ്ട് കേട്ടോ, ഏട്ടൻ്റെ സിസ്റ്ററും ഉണ്ട്. അപ്പോൾ ഉണ്ണി ഒറ്റയ്ക്കാണെന്ന് വെച്ചാൽ അവിടെ സ്കൂട്ടിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സുട്ടപ്പനി എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ പണി നടന്നുകൊണ്ട് അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ്. അതുകൊണ്ട് സുട്ടപ്പനി ഇറക്കാൻ പറ്റില്ല 2 ദിവസത്തിന്. ഓക്കെ, പോയിട്ട് വന്നാ ബൈ. നോക്കി പോയിട്ട് വായോ കേട്ടോ. ഓക്കേടാ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നങ്ങനെ ഒരുപാട് വീഡിയോസ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉള്ളൊരു സന്തോഷം ഒക്കെ എടുത്തിട്ടുണ്ട്. ബൈ. ഇപ്പം എന്തായാലും